ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാര്യമായ പരിചരണം ഒന്നും വേണ്ടാത്ത മഴക്കാലം കഴിഞ്ഞാൽ ഉടനെ പൂക്കളുണ്ടായി തുടങ്ങുന്ന അഡീനിയം ചെടിയെക്കുറിച്ചുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. എനിക്കിവിടെ കുറച്ച് അഡീനിയം ചെടികളുള്ളതാണ് ഈ നിൽക്കുന്നത്, കണ്ടോ. അപ്പോൾ ഇവരെ നമ്മളിങ്ങനെ ആ സൈഡിൽ നിന്ന് നോക്കി വരുമ്പം ഇവിടെ വന്നപ്പോൾ കണ്ടോ, ഈ ചെടിച്ചട്ടി പൊട്ടിപ്പോയിരിക്കുവാണേ. ഇത് മാത്രമല്ല, ഇത് കണ്ടോ, ഇത് മണ്ണിൻ്റെ ചട്ടിയാണ്. അപ്പോൾ ഇത് പ്ലാസ്റ്റിക്കിൻ്റേതായതുകൊണ്ടാണ് പൊട്ടിപ്പോകുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇത് മണ്ണിൻ്റെ ചട്ടിയും പൊട്ടിപ്പോയിരിക്കുവാണേ. അതെന്തുകൊണ്ടാണെന്നറിയോ? നമ്മളിത് ഈ ചെടികൾ നട്ട് കഴിഞ്ഞാൽ ഇതിനിങ്ങനെ കോഡെക്സ് എന്ന് പറയും. ഇതുപോലെ കണ്ടോ, ഇങ്ങനെ വണ്ണം വെച്ച് വരുന്ന അവസരത്തിൽ ഇത് പൊട്ടിപ്പോകുന്നതാണേ. ഇതൊക്കെ ഒത്തിരി കാലം മുന്നേ ഞാൻ നട്ടുപിടിപ്പിച്ച ചെടികളാണ്. അന്ന് നമ്മൾ സാധാരണ ചെടികൾ വാങ്ങിച്ച് നടുന്നത് പോലെ തന്നെ നട്ടതാണ് ഇത്. അതുകൊണ്ടാണ് ഈ പറ്റ് നമുക്ക് പറ്റിയത്. അപ്പം നമുക്കിതിനെ ഒന്ന് മാറ്റി നടണം, അല്ലെങ്കിൽ നമ്മൾ വെള്ളം ഒഴിക്കുന്ന അവസരത്തിൽ മണ്ണും കൂടെ കലങ്ങി ഒഴുകി ഇതിലേക്കൂടെ നഷ്ടപ്പെട്ടു പോകും. അപ്പം നമുക്കിതിനെ ഒന്ന് മാറ്റി നടാൻ നോക്കാം. സാധാരണ നമ്മൾ അഡീനിയം മാറ്റി നടുന്നത് അവരുടെ വളർച്ചയുടെ സമയത്താണ്. അപ്പോൾ ആദ്യം നിൽക്കുന്ന ചട്ടിയേക്കാൾ അടുത്ത പ്രാവശ്യം നമ്മൾ മാറ്റി നടുന്നത് കുറച്ചും കൂടെ വലിയ ചട്ടിയിലേക്കാണ്. പിന്നെ അതിനേക്കാൾ വലിയ ചട്ടിയിലേക്ക് നമ്മൾ മാറ്റി നടും. പക്ഷേ ഇങ്ങനെയുള്ള ചെടികൾ മാറ്റി നടുമ്പം നമ്മളത് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. നമുക്കിതിനെ മാറ്റി നടാനായിട്ട് നോക്കിയാൽ മതി. ആദ്യം നമുക്കിതിൻ്റെ ചുവട്ടിലെ മണ്ണ് മാറ്റിയെടുക്കണം. അതിന് ഞാൻ ചെയ്യുന്നത് ഈ ചെടിയെ അതേപടി ഈ പാത്രത്തിലെ വെള്ളത്തിലേക്ക് ഇറക്കി വെക്കുവാണേ. കാരണം വേരുകളൊന്നും പൊട്ടിപ്പോകാതെ മണ്ണിൽ നിന്ന് ഇളക്കിയെടുക്കാൻ വേണ്ടിയാണ് നമ്മളിത് അങ്ങനെ ചെയ്തിരിക്കുന്നത്. കണ്ടോ, നല്ലോണം വെള്ളം കയറുന്നത് കണ്ടോ. അപ്പോൾ ഇതിനകത്തെ മണ്ണ് നല്ല പോലെ ഉണങ്ങി നിന്നതാണ്. അങ്ങനെയാണ് അഡീനിയം ചെടികൾക്ക് മണ്ണ് ചുവട്ടിൽ നിൽക്കേണ്ടത്. നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റുമോ നോക്കട്ടെ. ഇത് കണ്ടോ, മണ്ണ് ഇളകിയിട്ടുണ്ട് ഇതിനകത്ത്, കണ്ടോ, ഇങ്ങനെ മണ്ണ് ഇളകി പോന്നിട്ടുണ്ടേ. അപ്പോൾ നമുക്കിത് ഈ മണ്ണൊക്കെ ഒന്ന് ഇതിൽ നിന്ന് കളയാം. കണ്ടോ, ഇതുപോലെ ഇതേ പറ്റി പിടിച്ചിരിക്കുന്ന മണ്ണ് മുഴുവനും മാറ്റണം. കണ്ടോ, അപ്പോൾ ഇത് മുഴുവൻ മാറ്റിയിട്ട് ഞാൻ കാണിക്കാവേ. അപ്പോൾ നമ്മൾ കണ്ടോ, ഇത് നല്ല വൃത്തിക്ക് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ മുകളിലൊക്കെയുള്ള വേരുകൾ നമുക്ക് വെട്ടിക്കളയാം. അപ്പോൾ ഇങ്ങനെ ഞാൻ ഈ കുറച്ചൊക്കെ പൊങ്ങി നിൽക്കുന്ന ഈ വേര് കണ്ടോ, ഇതൊക്കെ വെട്ടിക്കളയുവാണ്. ഇങ്ങനെ നമ്മൾ വെട്ടിക്കളഞ്ഞിട്ട് നടുന്ന അവസരത്തിൽ ഈ വെട്ടിയതിന് ശേഷം ഒന്ന് ഇതിൻ്റെ നനവ് മാറാൻ വേണ്ടി ഉണക്കിയിട്ട്, അല്ലെങ്കിൽ വെയിലുള്ള സമയത്ത് 1-2 ദിവസം വെറുതെ മാറ്റിയിട്ടിട്ട് നടുന്നതാണ് നല്ലത്. ഇപ്പം ഞാനിതിവിടെ നട്ട് കാണിക്കാനായതുകൊണ്ട് അങ്ങോട്ട് നടുവാണേ. അപ്പോൾ ഇതുപോലെയുള്ള വേരുകളൊക്കെ ഞാനങ്ങോട്ട് മുറിച്ച് മാറ്റിയിട്ട് ഞാൻ കാണിക്കാവേ. അപ്പോൾ കുറച്ച് മുകളിലോട്ടൊക്കെ നിന്ന വേരുകളൊക്കെ ഞാൻ മുറിച്ച് കളഞ്ഞിട്ടുണ്ട്. അപ്പം ഫംഗസ് രോഗങ്ങളൊന്നും പിടിക്കാതിരിക്കാൻ നമ്മളിതിനെ ഈ വേര് മുറിച്ച ഈ ഭാഗമൊക്കെ നമുക്ക് സാഫ് ഉപയോഗിച്ച് കഴുകാം, അല്ലെങ്കിൽ സാഫ് കലക്കിയ വെള്ളത്തിനകത്ത് മുക്കി വയ്ക്കാം. നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് സാഫ് ഇട്ട് കലക്കാവേ. അപ്പോൾ എനിക്ക് സാഫ് ഇവിടെ കുറവാണ്. അപ്പോൾ ഞാൻ മുഴുവൻ സാഫും കൂടെ ഇതിനകത്തേക്ക് ഇട്ടേക്കുക. ഇനി നമുക്കിതിനെ ആ വേരൊക്കെ മുറിച്ച ഭാഗമുണ്ടല്ലോ, അതെല്ലാം ഈ സാഫ് കലക്കിയ വെള്ളത്തിൽ മുങ്ങിയിരിക്കത്തക്ക രീതിയിൽ ഈ വെള്ളത്തിനകത്ത് വെക്കാവേ. ഇനി ഇത് കുറച്ച് നേരം ഈ വെള്ളത്തിനകത്ത് മുങ്ങിയിരിക്കട്ടെ. ആ സമയത്ത് നമുക്ക് ഈ ചെടി നടാനുള്ള ചട്ടിയും അതുപോലെ മണ്ണും ശരിയാക്കാം. അഡീനിയം നടാൻ വേണ്ടി ഈ ചട്ടി എടുത്തിരിക്കുന്നത്. ഈ ചട്ടിക്ക് കണ്ടോ, ആഴം കുറവാണേ. ഇങ്ങനെ ആഴം കുറഞ്ഞ കുറച്ചും കൂടെ വിസ്താരം ഉണ്ടെങ്കിലും നല്ലതാണ്. അങ്ങനത്തെ ചട്ടികളാണ് അഡീനിയം വളർത്താനായിട്ട് എടുക്കുന്നത് നല്ലത്. ഇനി ഏതിനം ചട്ടിയായിരുന്നാലും നമ്മൾ ആദ്യം നോക്കേണ്ടത് വെള്ളം വാർന്നു പോകുന്നതിനാവശ്യമായ ഡ്രെയിനേജ് ഹോൾസ് ഉണ്ടോയെന്നാണ്. അപ്പോൾ ഇതിനാവശ്യത്തിന് ഹോൾസ് ഉണ്ട്. പിന്നെ ഇത് കണ്ടോ, ഇതൊക്കെ പൊട്ടിയപ്പം ഇങ്ങനെ തുറന്ന് പോകാതിരിക്കുവാണേ. അപ്പം നമുക്ക് വേണമെങ്കിൽ അതങ്ങോട്ട് അടത്തി മാറ്റിക്കളയാം. കണ്ടോ, മാക്സിമം നല്ലതുപോലെ ഹോളുകൾ ഉണ്ടായിരിക്കണം വെള്ളം വാർന്നു പോകാൻ. ഇനി നമുക്ക് ഇതിനകത്ത് നിറയ്ക്കാനുള്ള മണ്ണ് ശരിയാക്കാം. അതിന് ഞാനിവിടെ നമ്മുടെ പറമ്പിലെ കുറച്ച് മണ്ണ് എടുത്തിട്ടുണ്ട്. അതുപോലെ ഇത് മണലാണേ, ആറ്റുമണലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് കൂടാതെ ഞാനിതിലേക്ക് ചേർക്കുന്നത് കുറച്ച് ഉമിയാണേ. കുറച്ച് ഉമിയുണ്ട്, അതുപോലെ കുറച്ച് ചാണകപ്പൊടിയുണ്ട്. ഇത്രയും സാധനങ്ങളാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് സാഫും കൂടെ ചേർക്കാം. അപ്പോൾ എനിക്ക് സാഫ് തീർന്നത് പോയത് കൊണ്ടാണ് ഞാൻ ചേർക്കാത്തത്. അപ്പോൾ ബാക്കിയുള്ളത് മുഴുവൻ നമ്മളിവിടെ കലക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ കൂട്ടി ഇളക്കിയെടുക്കാവേ. അപ്പോൾ ഞാനിത് ഇളക്കി ചേർക്കുമ്പോഴത്തേക്കിന് നമ്മുടെ ഇവിടെ നിൽക്കുന്ന അഡീനിയം എല്ലാം നിങ്ങളൊന്ന് കണ്ടിട്ട് പോരെ. കണ്ടോ, ഇതെല്ലാം കൂടെ നമ്മൾ തുല്യ അളവിൽ ഒരേപോലെ മിക്സ് ചെയ്തെടുക്കും.
നമ്മൾ നോക്കുമ്പോൾ ഏകദേശം ഒരേപോലെയൊക്കെ ആണെങ്കിൽ പോലും എല്ലാ ഒറ്റ പെറ്റൽസ് ഉള്ളത്, ഡബിൾ പെറ്റൽസ് എല്ലാം വ്യത്യസ്തമാണ്. ഒറ്റ പെറ്റൽസ് ഉള്ളത് പോലും കണ്ടോ, ദേ ഇതിൻ്റെ കളറല്ല അതിന്, കണ്ടോ അവരുടെ രീതിയും ആ പൂക്കളുടെ ഇതളുകളുടെ ഷേപ്പും കളറും ഒന്നുമല്ല അതിൻ്റെ അടുത്തൊക്കെ വരുന്നവർക്ക്. ഇത് കണ്ടോ, ഇതിൻ്റെ അറ്റം കണ്ടോ ഇങ്ങനെ കൂർത്ത് വരുന്ന സൈസാണ്. ഇത് പിന്നെ ഒരു ഡബിൾ പെറ്റൽ പിങ്കാണ്. ഇതും അതുപോലത്തെ ഡബിൾ പെറ്റലാണ്. ഇതും കണ്ടോ നമ്മൾ ഇതുവരെ കണ്ടതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളതാണ്. ഇത് കണ്ടോ, ഇത് അതിൽ നിന്നെല്ലാം മാറ്റമുള്ളതാണ്. ഇത് കണ്ടോ, അങ്ങനെ ഓരോ പൂക്കളും വ്യത്യസ്തമായിട്ടുള്ളതാണ്. കണ്ടോ, ഇതിലേതാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. ഇനി നമുക്ക് ഈ ചട്ടി നിറച്ച് അതിലേക്ക് മാറ്റി നടാം. അപ്പോൾ ഇതിനകത്തെ ഹോൾസ് ഉണ്ടല്ലോ, ആ ഹോളുകളെല്ലാം നമ്മളൊന്ന് അടച്ച് വെക്കണേ. അപ്പോൾ ഇത് ഇതേപോലുള്ള ഓടിൻ്റെ കഷ്ണമാണ്, ചെടിച്ചട്ടി പൂട്ടിയതാണ്, അതാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് ഇതുപോലത്തെ ഓടിൻ്റെ കഷ്ണം വെച്ചിട്ട് ഇതിനെ നമുക്ക് അടച്ചു വെക്കാം. കാരണം ഒട്ടും വെള്ളം തങ്ങി നിൽക്കാതെ വാർന്നു പോകേണ്ടതാണ്. അപ്പം ഞാൻ ഇത്രയും കഷ്ണങ്ങൾ ഇതിനകത്തേക്ക് ഇട്ടിട്ട് ഇതെല്ലാം തന്നെ ഹോൾസ് അടച്ചിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഉണങ്ങിയ ഇലകൾ ഇടുവാണേ, വെള്ളം വാർന്നു പോകാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് കേട്ടോ. അപ്പം നമ്മൾ ഇതേ കുറച്ച് ഉണങ്ങിയ ഇലകളിട്ടു. അതെല്ലാം തന്നെ വളരെ വേഗത്തിൽ മണ്ണിലേക്ക് ഇരുത്തം വന്നു പോവുകയും ചെയ്യും. ഇത്രയും തന്നെ നമ്മൾ ഇലകൾ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ നമ്മുടെ പോട്ടിംഗ് മിക്സിനെ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഈ മണ്ണിടുവാണേ. ഇത് നമ്മൾ വെള്ളം ഒഴിക്കുന്ന അവസരത്തിൽ ഈ കരിയിലേക്ക് നല്ലവണ്ണം ഇരുത്തം വരും. അപ്പോൾ കുറച്ചുകൂടെ ചെടി അങ്ങോട്ട് താഴേക്ക് ഇറങ്ങിപ്പോവും. അപ്പം ഞാൻ ഇതേപോലെ കണ്ടോ നല്ലവണ്ണം ഇതിൻ്റെ മുകളിലേക്ക് മണ്ണിട്ടിട്ടുണ്ട്. ഞാൻ സാധാരണ ചെയ്യുന്നൊരു രീതിയാണ്, അങ്ങനെയാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് നമ്മുടെ ചെടിയെ എടുത്തു വെക്കാം. ഇനി ഇതിനെ എടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് വെക്കുവാണേ. അപ്പോൾ ഇതിൻ്റെ വേരൊന്ന് ഇതിനകത്ത് ഉറച്ചിരിക്കാനും മാത്രം നമുക്ക് കുറച്ചും കൂടെ ഇതിൻ്റെ ചുവട്ടിലേക്ക് മണ്ണിട്ട് കൊടുക്കാം. കണ്ടോ, അപ്പം ഞാൻ ഇതുപോലെ ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇത് ഒത്തിരി മുകളിലോട്ട് പൊങ്ങി നിൽക്കുവാൻ തോന്നില്ലേ, അത് നമ്മൾ ഇതിൻ്റെ അടിയിലിട്ടിരിക്കുന്ന ആ ഇലകളെല്ലാം കൂടെ അവിഞ്ഞ് താഴേക്ക് പോകുമ്പം ഇതാവശ്യത്തിന് അല്ലെങ്കിൽ ഇതൊരു പാകത്തിന് മണ്ണിൻ്റെ അടിയിലേക്ക് താന്നു വന്നോളുവേ. കണ്ടോ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിത് വെച്ച് കൊടുക്കുന്നത്. ഇനി ഞാൻ എന്നാ ചെയ്യുന്നതെന്നറിയോ, ഇതിലേക്ക് നമ്മുടെ സാഫ് കലക്കിയ വെള്ളം നല്ലപോലെ ഇതിൻ്റെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണേ. കണ്ടോ, ഇങ്ങനെ നമ്മൾ നല്ലവണ്ണം സാഫ് കലക്കിയ വെള്ളം ഈ മണ്ണ് നനയത്തക്ക രീതിയിൽ, ഇതിനകത്തെ മുഴുവൻ മണ്ണും നനയത്തക്ക രീതിയിൽ ഒഴിച്ചു കൊടുക്കണം. കണ്ടോ, ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് വേണമെങ്കിൽ നമുക്കിതിൻ്റെ മുകളിൽ ഇപ്പം പ്രൂണിങ്ങും കൂടെ ചെയ്യാവേ, ഞാനപ്പോൾ ചെയ്യുന്നില്ല. അതുപോലെ നല്ലോണം ഇതുപോലെ വെള്ളം ഒഴിച്ച് നനച്ചതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് എന്നാണെന്നറിയുമോ, ഇതിനെ ഒരാഴ്ച സമയത്തേക്കിന് തണലത്തേക്ക് മാറ്റി വയ്ക്കണം. ഈ ഒരാഴ്ച കഴിഞ്ഞിട്ട് നമുക്കിതിനെ എടുത്ത് നല്ല വെയിലുള്ള, ഇപ്പോൾ ഈ ഭാഗമെല്ലാം നല്ല വെയിലുള്ള സ്ഥലമാണ്, അപ്പം വെയിലുള്ള സ്ഥലത്തേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. മാത്രമല്ല ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യം, ആഴ്ചയിൽ 2 പ്രാവശ്യം വെള്ളം കൊടുക്കേണ്ട കാര്യമേ അടീനിയത്തിനുള്ളൂ. അങ്ങനെ നമുക്ക് ആഴ്ചയിൽ 2 പ്രാവശ്യം വെള്ളവും കൊടുത്താൽ അതിന് പാകമുള്ള വളം, ഇത് ചൂട് പിടിച്ചതിന് ശേഷം നമുക്ക് വളം ഇട്ട് കൊടുക്കാം. അങ്ങനെ വെച്ചാൽ നിറയെ പൂ വരും. ഈ ചെടി കണ്ടോ, നമ്മൾ ഇതേപോലെ പാത്രം പൊട്ടിപ്പോയിട്ട് ചുവട് മാറ്റി വെച്ച ഒരു ചെടിയാണേ. അത് ചുവട് പിടിച്ച് വരുന്നതേ ഉള്ളൂ. അപ്പോൾ മണ്ണിൽ വെച്ചിരുന്ന തണലത്ത് മാറ്റി വെച്ചിരുന്ന ചുവട് പിടിച്ചതിന് ശേഷം നമ്മൾ ഇവിടേക്ക് എടുത്തു വെച്ചതാണ്. അപ്പോൾ തന്നെ അതിന് പൂക്കൾ വന്നു തുടങ്ങി. ചെറിയ പൂക്കളാണ് നമ്മൾ ഈ മാറ്റി നട്ടതിന് ശേഷം ഉടനെ ഉണ്ടായത്, പക്ഷേ നല്ല ഭംഗിയുള്ള പൂവാണ്. ഇതും അതുപോലെ ഞാനൊരു ചെറിയ ചട്ടിക്കകത്ത് വാങ്ങിച്ചിട്ട് മാറ്റി നട്ടതാണേ. അപ്പോൾ ഇതൊരു ഗ്രാഫ്റ്റഡ് തൈയാണ്. ഇത് ഈ ഭാഗത്താണ് അതിൻ്റെ ഗ്രാഫ്റ്റിങ് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ അതിൻ്റെ താഴെ ഭാഗത്തായിട്ട് അവരുടെ സാധാരണ ചെടിയുടെ 2 കമ്പുണ്ടായിരുന്നേ, അതിനെ ഞാൻ ഇതേപോലെ മുറിച്ച് വെറുതെ ഈ മണ്ണിനകത്തേക്ക് ഇട്ടതാണ്. നട്ട് വയ്ക്കത്തില്ല, വെറുതെ മണ്ണിനകത്തേക്ക് ഇട്ട് വെച്ചാണ്. വേരൊന്നും വന്നിട്ടില്ല, പക്ഷേ ഈ ചെടി നട്ടാൽ കിളുത്ത് വരും. അപ്പോൾ അത് അവിടെ തന്നെ ഇട്ടേക്കാം. മണ്ണിനകത്ത് താത്തി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ചീഞ്ഞു പോകും. നമ്മൾ ഇതിനകത്ത് നല്ലവണ്ണം മണൽ ചേർത്തിട്ടുണ്ട്, അതുപോലെ ഉമി ചേർത്തിട്ടുണ്ട്. അതെന്തിനാണെന്നറിയാമോ, ഈ ചെടിയുടെ ചുവട്ടിലെ മണ്ണിൽ വെള്ളം തങ്ങി നിൽക്കാതിരിക്കാൻ വേണ്ടിയാണ്. വെള്ളം തങ്ങി നിന്നാൽ വളരെ വേഗത്തിൽ
ചീയൽ രോഗം ബാധിക്കുന്ന ഒരു ചെടിയാണ് അഡീനിയം. ഇത്രയും വലുതായ ചെടി പോലും നമുക്ക് ചിലപ്പോഴാണെങ്കിൽ ചീയൽ രോഗം വന്നാൽ വെള്ളം കെട്ടി നിൽക്കുക വഴി ചീഞ്ഞ് നഷ്ടപ്പെട്ടു പോകാൻ ഇടയുണ്ട്. അതുപോലെ മഴക്കാലത്ത് ഒരു കാരണവശാലും മാറ്റി നടാതിരിക്കാനും ശ്രദ്ധിക്കണം, അതുപോലെ പ്രൂൺ ചെയ്യാതിരിക്കാനും ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ആ മുറിച്ച ഭാഗത്തേക്ക് വെള്ളം വീണാൽ ആ ഭാഗം വെച്ച് ചെടി അഴുകിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ഇതേപോലെ തന്നെ മാറ്റി നടേണ്ടുന്ന ഒരു ചെടിയാണ് അതും. കണ്ടോ? അപ്പോൾ അതും കൂടെ മാറ്റി നട്ടിട്ട് ഞാൻ കാണിക്കാവേ. രണ്ടാമത്തെ ചട്ടിയിലാത്തിരുന്ന ചെടി കൂടെ മാറ്റി നട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിനെ തണലത്തേക്ക് മാറ്റി വയ്ക്കണം. നമ്മുടെ മാറ്റി നടിയിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇതേപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.